നിറത്തിന്റെ പേരിലും സൗന്ദര്യത്തിന്റെ പേരിലും ജനിച്ചത് രണ്ടും പെൺകുഞ്ഞായതിന്റെ പേരിൽ ഭർത്താവിൽ നിന്നും ഭർത്താവിന്റെ സഹോദരിയിൽ നിന്നും അമ്മായിയമ്മയിൽ നിന്നും നിരന്തരം കുറ്റപ്പെടുത്തലുകളും അവഹേളനവും പീഡനവും അനുഭവിച്ച് ഒടുക്കം തന്റെ പൊന്നോമനകളായ രണ്ടു പെൺമക്കളെയും നെഞ്ചോട് ചേർത്തുകൊണ്ട് മരണത്തിലേക്ക് ചെന്നെടുത്ത ജിസ്മോളുടെ കഥ എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ്. എത്രയെത്ര പെൺകുട്ടികളാണ് ഭർത്ത വീട്ടിൽ നിന്നും ഇത്തരം പീഡനങ്ങൾ അനുഭവിക്കുന്നത്. വീട്ടിൽ രാജകുമാരിയെ പോലെ വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾ വിവാഹം കഴിയുന്നതോടുകൂടി മറ്റൊരു വീട്ടിലെ അടിമയായി മാറുന്നു. എത്ര കഷ്ടമായ ഏർപ്പാടാണിത്. സ്വർണവും ബംഗ്ലാവും കാറും പണവും മറ്റു സ്വത്തുവകകളും കൊടുത്താൽ മാത്രമേ നമ്മുടെ പെൺകുട്ടികളെ മറ്റൊരാൾ നോക്കുകയുള്ളൂ എങ്കിൽ, സംരക്ഷിക്കുകയുള്ളൂ എങ്കിൽ എന്തിനാണ് അങ്ങനെയുള്ള ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, സ്ത്രീകൾ സ്വർണവും പണവും കാറുമൊക്കെ ആയിട്ട് മറ്റൊരു വീട്ടിലേക്ക് ചെന്ന് കയറുന്നു, എന്നിട്ട് സ്വയം അടിമയാകുന്നു. അവരുടെ പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങി ജീവിതം അങ്ങനെ കഴിച്ചു കൂട്ടുന്നു. ഒട്ടും സഹിക്കാതെ വരുമ്പോൾ ജീവൻ തന്നെ അവസാനിപ്പിക്കുന്നു. ജീവിതം ഒരിക്കലും ഒരു ദുഷ്ടനോ ഒരു ദുഷ്ടത്തിക്കും വേണ്ടി അവസാനിപ്പിക്കരുത്. അവർക്ക് മുമ്പിലൂടെ ജീവിച്ചു കാണിച്ചു കൊടുക്കണം. ഏറ്റുമാനൂരിൽ ജീവനൊടുക്കിയ അഭിഭാഷക ജിസ്മോളിന്റെ മക്കളായ നേഹയുടെയും നോറയുടെയും മരണത്തിൽ ഇന്ന് സംസ്കാരം നടക്കും. ജിസ്മോളുടെ നാടായ പാലാ പടിഞ്ഞാറ്റിൻകര പൂവത്തുങ്കലിലെ ചെറുകര സെന്റ് മോസ് ക്ലാനായ പള്ളി സെമിത്തേരിയിൽ വൈകിട്ട് 3:30 സംസ്കാരം നടക്കുക. ഭർത്താവിന്റെ വീട്ടിൽ നേരിട്ട മാനസിക പീഡനത്തെ തുടർന്നാണ് ജിസ്മോൾ മക്കളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തത്. ഇതേ തുടർന്ന് ജിമ്മിയുടെ നാട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരില്ല എന്നും അവിടുത്തെ പള്ളിയിൽ സംസ്കാരം നടക്കില്ല എന്നുമുള്ള നിലപാടിലായിരുന്നു ജിസ്മോളുടെ കുടുംബം. എന്നാൽ ജനനായ സഭാ നിയമപ്രകാരം ഭർത്താവിന്റെ ഇടവകയിൽ തന്നെ സംസ്കാരം നടത്തണം. തുടർന്ന് സഭാതലത്തിൽ 2 ദിവസം നീണ്ട ചർച്ചക്കൊടുവിലാണ് നീർക്കാട് 1.5 മണിക്കൂർ പ്രദർശനം നടത്താൻ ധാരണയായത്. പ്രദർശനത്തിന് ശേഷം ഉടൻ മൃതദേഹങ്ങൾ പാലയിലേക്ക് കൊണ്ടുപോകും. നിറത്തിന്റെ പേരിലും സാമ്പത്തിക സ്ഥിതിയുടെ പേരിലും കുട്ടികൾ രണ്ടും പെൺകുഞ്ഞായതിന്റെ പേരിലും ഭർത്താവിന്റെ വീട്ടിൽ ജിസ്മോൾ മാനസിക പീഡനം നേരിട്ടിരുന്നു എന്ന് ജിസ്മോളുടെ സഹോദരൻ ജിത്തു ജോസഫ് പറഞ്ഞു. പീഡനങ്ങളുടെ വിവരങ്ങൾ ജിസ്മോളുടെ അച്ഛനും സഹോദരനും ഏറ്റുമാനോട് പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. മരിക്കുന്നതിന് 2 ദിവസം മുൻപ് മുതൽ ജിസ്മോളെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല എന്നും ഇവർ പോലീസിനോട് പറയുന്നു. ജിസ്മോളുടെ ഫോൺ ഭർത്താവ് ജിമ്മി വാങ്ങിവെച്ചതായി സംശയമുണ്ട്. പലതവണ ജിസ്മോളെ ഭർത്ത വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു എന്നും സഹോദരൻ പറയുന്നു. വീട്ടിൽ വെച്ച് കൈനരമ്പ് മുറിച്ച് കുട്ടികൾക്ക് വിഷം നൽകിയ ശേഷം ജിസ്മോൾ പുഴയിൽ ചാടുകയായിരുന്നു. കുട്ടികൾക്ക് ഹാർപിക് നൽകി എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. ഏറ്റുമാനൂർ നീർക്കാട് മക്കളെയും കൊണ്ട് പുഴയിൽ ചാടി ജീവനൊടുക്കിയ ജിസ്മോൾ ഭർത്ത വീട്ടിൽ നേരിട്ടത് കൊടും പീഡനം തന്നെ എന്ന വിവരങ്ങളും പുറത്തു വരുന്നത്. ശാരീരികമായും മാനസികമായും ജിസ്മോളെ ഭർത്താവ് ജിമ്മിയും സഹോദരിയും അമ്മായിയമ്മയും ഉപദ്രവിക്കുമായിരുന്നു എന്ന് സഹോദരൻ ജിറ്റു പറയുന്നു. കിട്ടിയ സ്ത്രീധനം പോരാ എന്നും തന്റെ പെൺമക്കളെ വലിയ സ്ത്രീധനം നൽകിയാണ് കെട്ടിച്ചയച്ചതെന്നും അമ്മായിയമ്മ കുറ്റപ്പെടുത്തുമായിരുന്നു. വലിയ സ്ത്രീധനം തരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കളറില്ലാഞ്ഞിട്ടും സൗന്ദര്യമില്ലാഞ്ഞിട്ടും നിന്നെ വിവാഹം കഴിച്ചതെന്നും ഒരുമാതിരി എച്ചിത്തരമാണ് നിന്റെ വീട്ടുകാർ കാണിച്ചതെന്നും തങ്ങൾക്കും മകനും അബദ്ധം പറ്റിയെന്നും അവർ പറയുമായിരുന്നു. ജിമ്മിയുടെ മൂത്ത സഹോദരി ഭർത്ത വീട്ടിലേക്ക് പോകാതെ ആ വീട്ടിൽ തന്നെയാണ് തുടർന്നിരുന്നത്. ജിസ്മോളെ പലതരത്തിൽ ഉപദ്രവിച്ചിട്ടുമുണ്ട്. കുഞ്ഞു സോഫയിൽ മുള്ളിയതിന് പമ്പേഴ്സ് ഇടിക്കാത്തതിനെ തുടർന്ന് തർക്കമുണ്ടാകുകയും പുതിയ സോഫ ഇടാൻ കൽപ്പിക്കുകയും ചെയ്തിരുന്നു. കുഞ്ഞിന് പമ്പേഴ്സോ മറ്റോ ചോദിക്കുകയാണെങ്കിൽ ജിമ്മി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു വഴക്കുണ്ടാക്കും. കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കാണിച്ചാലും മുള്ളിയാലുമൊക്കെ ജിസ്മോളെയാണ് വീട്ടുകാർ കുറ്റപ്പെടുത്തുന്നത്. ആ വീട്ടിലുള്ളവർ വളരെ നിസാരമായ കാര്യത്തിനു പോലും പലതരത്തിലും ഉപദ്രവിച്ചിട്ടുണ്ട്. കുടുംബം ഇല്ലാതാവാതിരിക്കാൻ എല്ലാം സഹിച്ച് ആ വീട്ടിൽ തുടരുകയായിരുന്നു എന്നും ബന്ധുക്കൾ പറയുന്നു. ജിസ്മോളുടെ ഫോണും വക്കീൽ ഓഫീസിലുള്ള ലാപ്ടോപ്പും വിശദമായി തന്നെ പരിശോധിക്കുവാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ജിസ്മോൾ കറുത്തിട്ടാണെന്നും പറഞ്ഞ് ഇവർ മാക്സിമം ഉപദ്രവിച്ചിരുന്നു. എന്നാൽ സൗന്ദര്യബോധമുള്ള ഈ ഭർത്താവിനും ഭർത്താവിന്റെ സഹോദരിക്കും അമ്മായിയമ്മയ്ക്കൊക്കെ നല്ല സൗന്ദര്യമുള്ളവരാണ്. ഇവരാരും കണ്ണാടിയിൽ നോക്കാത്തതിന്റെ കേടാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഒരിക്കലെങ്കിലും സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കിയിരുന്നെങ്കിൽ ജിസ്മോളെ കുറ്റപ്പെടുത്താൻ ഇവർക്ക് കഴിയുമായിരുന്നില്ല എന്നും പറയുന്നു.
വിവാഹ ജീവിതത്തിലെ പ്രതിസന്ധി സംബന്ധിച്ച് ജിസ്മോൾ 2020 ഷെയർ ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റും ഇതോടെ ചർച്ചയാവുകയാണ്. ഈ പെൺമക്കളെ കെട്ടിച്ചയക്കേണ്ടത് പണം കഴിക്കുന്ന മരമുള്ള വീട്ടിലേക്കല്ല, മനസ്സു തുറന്നു സ്നേഹിക്കുന്ന മനുഷ്യരുള്ള വീട്ടിലേക്കാണ്. 2020 സെപ്റ്റംബർ 25 അഡ്വക്കേറ്റ് ജിസ്മോൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. 2019 ജിസ്മോളുടെ വിവാഹം. വിവാഹത്തിന്റെ തുടക്കകാലം മുതൽ തന്നെ കടുത്ത മാനസിക ശാരീരിക പീഡനങ്ങളിലൂടെയാണ് ജിസ്മോൾ കടന്നുപോയത് എന്ന കുടുംബത്തിന്റെ ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് ഈ പോസ്റ്റ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ മർദ്ദനവും കൊടിയ പീഡനവുമായിരുന്നു ജിസ്മോൾ വീട്ടിൽ നേരിടേണ്ടി വന്നത്. ജിസ്മോൾ ജിമ്മിയോട് സ്നേഹത്തോടെ സംസാരിക്കുന്നതോ ജിമ്മി ജിസ്മോളെ സ്നേഹിക്കുന്നതോ കണ്ടാൽ അമ്മായിയമ്മക്ക് കലി കയറും. അന്ന് ആ വീട്ടിൽ വലിയ പ്രശ്നങ്ങളായിരിക്കും നടക്കുക. അമ്മായിയമ്മയും സഹോദരിയും കൂടി ജിമ്മിയോട് പല ഇല്ലാ കഥകളും ജിസ്മോളെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. അന്ന് ജിസ്മോളെ ജിമ്മി കണക്കിന് ഉപദ്രവിക്കും. ഇതിനിടെ ജിസ്മോളെ പലവട്ടം വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചതായും സഹോദരൻ ജിത്തു പറയുന്നു. ജിസ്മോളുടെ പിതാവ് PK തോമസും സഹോദരൻ ജിത്തുവുമാണ് ഏറ്റുമാനൂർ സ്റ്റേഷനിൽ മൊഴി നൽകിയത്. ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിക്കും ജിമ്മിയുടെ അമ്മയ്ക്കും സഹോദരിക്കും എതിരെയാണ് പരാതി. സംസ്കാരത്തിന് ശേഷം മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും കുടുംബം പരാതി നൽകും. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ജിസ്മോൾ നല്ല മിടുക്കിയായ പെൺകുട്ടിയാണ്, ബുദ്ധിയും സാമർഥ്യവുമുള്ള പെൺകുട്ടിയാണ്. ജിസ്മോൾ ഏറ്റെടുത്ത ഒരു കേസിന്റെ ആവശ്യാർത്ഥം അവർ നടത്തിയ സാഹസിക ഇടപെടലും അന്ന് കൂടെ പ്രവർത്തിച്ചവർ ഓർക്കുകയാണ്. ഭർത്താവ് അന്യായമായി മാനസികരോഗ കേന്ദ്രത്തിലാക്കി പൂട്ടിയിട്ട യുവതിയെ കാണാൻ വേഷം മാറി ജിസ്മോൾ അവിടെ ചെന്നതായി സഹപ്രവർത്തകർ പറയുന്നുണ്ട്. യുവതിയുടെ ഭർത്താവിനെ കാണാനോ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുവാനോ സാധിക്കാത്ത സാഹചര്യത്തിലായിരുന്നു ജിസ്മോളുടെ ഈ സാഹസിക ഇടപെടൽ. തുടർന്ന് ഇവർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ജസ്റ്റിസ് വിനോദരക്തൻ വിഷയം പരിശോധിക്കാൻ അമിക്കസ് ക്യൂരിയെ നിയോഗിച്ചു. അമിക്കസ് ക്യൂറി നേരിട്ട് ആശുപത്രിയിലെത്തി യുവതിയെ കാണുകയും ചികിത്സാ രേഖകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാർക്ക് മുന്നിൽ ഹാജരാക്കി പരിശോധിച്ചു. ഇതിന്റെ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഇതോടെ പരാതിക്കാരിയോട് ഹർജിക്കാരൻ നിർദ്ദേശിച്ച ജസ്റ്റിസ് അവരോട് നേരിട്ട് സംസാരിച്ചു. തുടർന്നാണ് മോചനത്തിന് ഉത്തരവായത്. ഇതിനെല്ലാം അഡ്വക്കേറ്റ് ജിസ്മോളുടെ പങ്ക് നിർണായകമായിരുന്നു. ഹൈക്കോടതി അഭിഭാഷകൻ ഓർക്കുന്ന കാര്യമാണിത്. അത്തരത്തിൽ കാര്യങ്ങൾ നടത്തിയ ജിസ്മോളുടെ ആത്മഹത്യ ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇവർക്ക് ആർക്കും തന്നെ. മാത്രമല്ല ഇവരുടെ നീതിക്കായി ഏതറ്റം വരെ പോവാനും വീട്ടുകാർ തയ്യാറാണ്. ഇതിനു മുൻപൊരു ദിവസം മകളുടെ തലയിൽ ഒരു പാടുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ വാതിലിൽ തട്ടിയെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീടാണ് ഭർത്താവ് മർദ്ദിച്ചതാണ് എന്ന വെളിപ്പെടുത്തൽ ഉണ്ടായത്. പപ്പ ഈ കാര്യം ചോദിച്ചു വിളിച്ചാൽ പിന്നെ തനിക്ക് അവിടെ നിൽക്കാൻ പറ്റൂല. ഒരാഴ്ച മുൻപ് ചേച്ചിയെ വിളിച്ചപ്പോഴും പോസിറ്റീവായാണ് സംസാരിച്ചിരുന്നത് എന്നാണ് സഹോദരൻ ജിത്തു പറയുന്നത്. അന്ന് ഭർത്താവിനെയും കുട്ടികളെയും കൂട്ടി വിമാനയാത്ര ചെയ്യാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ചേച്ചി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ആദ്യം വിളിക്കുന്നത് ചേച്ചിയെയാണ്. എൻ്റെ ഭാര്യ ഞായറാഴ്ചയാണ് ചേച്ചിയെ അവസാനമായി വിളിച്ചത്. അന്ന് ചേച്ചിയുടെ സുഹൃത്തിന്റെ കല്യാണത്തിന് പോയിട്ട് വന്ന് ക്ഷീണിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഞായറാഴ്ച വൈകിട്ട് ആ വീട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അത് കണ്ടുപിടിക്കണം. സംഭവത്തിൽ ഭർത്താവിന്റെ കുടുംബാംഗങ്ങൾക്കും പങ്കുണ്ട്. ജിമ്മിയുടെ മൂത്ത സഹോദരി, ഭർത്തൃമാതാവ് എന്നിവരിൽ നിന്നെല്ലാം മാനസിക പീഡനം നേരിട്ടിരുന്നു എന്നാണ് പറയുന്നത്. ചേച്ചി അഭിഭാഷിക ഓഫീസ് തുടങ്ങിയതിന് ഭർത്താവ് പൈസ കൊടുത്തിരുന്നു. എന്നാൽ ഞായറാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ അയാൾ പൈസ തിരികെ ആവശ്യപ്പെട്ടു തുടങ്ങി. ഒടുവിൽ കേസ് കഴിഞ്ഞ് ചേച്ചി ആ പൈസ തിരികെ കൊടുത്തു. ചേച്ചിയെ തങ്ങളുടെ ബന്ധുക്കളുടെ വീടുകളിലെ ചടങ്ങുകളിലേക്കൊന്നും ആ ഭർത്താവ് പറഞ്ഞു വിട്ടിരുന്നില്ല. 2 ചേച്ചിമാരുടെയും കല്യാണ സമയത്ത് പപ്പ ഞങ്ങൾക്ക് 3 പേർക്കുമായിട്ടുള്ള ഒരു ഓയറി ഫെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എമൗണ്ട് കുറഞ്ഞു പോയെന്നും പറഞ്ഞ് ജിസ്മോളെ പീഡിപ്പിക്കുമായിരുന്നു.